അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. ശക്തമായ മഴയ്ക്കൊപ്പം വീശിയ കാറ്റിൽ ആവോലി പഞ്ചായത്തിൽ വീട് ഭാഗികമായി തകർന്നു. ലക്ഷം വീട് പദ്ധതി പ്രകാരം നിർമ്മിച്ചു നൽകിയ വീടാണ് മഴയിൽ തകർന്നു വീണത്. ആവോലി പഞ്ചായത്തിൽ ശക്തമായ മഴയ്ക്കൊപ്പം വീശിയ കാറ്റിൽ വീട് ഭാഗികമായി തകർന്നു. ആവോലി പഞ്ചായത്ത് 8-ാം വാർഡിൽ നടുപ്പണമ്പിൽ മേരി ജോണും മകൻ രതീഷും താമസിക്കുന്ന വീടാണ് ഞായറാഴ്ച തകർന്നത്. അപകട സമയം രണ്ടുപേരും വീട്ടിലില്ലാതിരുന്നതിനാൽ വലിയ അപകടമാണ് ഒഴിവായത്. 2 മുറിയും അടുക്കളയും മാത്രമുള്ള വീടിന്റെ ഒരു മുറിയാണ് ഇടിഞ്ഞു വീണത്. കാവന പാതാളം ഷാപ്പിന് സമീപത്തായുള്ള 4 സെന്റ് കോളനിയിലെ വീടുകളിലൊന്നാണ് നിലംപതിച്ചത്. ലക്ഷം വീട് പദ്ധതി പ്രകാരം വർഷങ്ങൾക്ക് മുൻപ് 8 കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകിയിരുന്നു. ഇവയിൽ പുനർനിർമ്മാണ പ്രവർത്തനം നടത്താത്ത വീടാണ് തകർന്നു വീണത്. വീട് പുനർനിർമ്മിക്കാനുള്ള സഹായം അനുവദിച്ചു നൽകണമെന്ന് വീട്ടമ്മ മേരി ജോണും മകൻ രതീഷും അധികൃതരോട് ആവശ്യപ്പെട്ടു. ഞാനാകുമ്പോൾ വെള്ളം കോരാൻ പോയ സമയത്താണ് ഈ സംഭവം നടക്കുന്നത്. അന്നേരമാണ് ചേട്ടന് ഞാൻ വീട്ടിൽ ആ സംഭവം ഞാൻ മൊത്തം നടക്കുന്നുണ്ട്. പിന്നെ ചേട്ടൻ്റെ പഞ്ചായത്തിലെ അവർ ചെല്ലും പറഞ്ഞ് കഴിഞ്ഞിട്ട് സംഭവം ചെയ്ത് തന്നാണ് സംഭവം. ഇത്ര ഈ കാര്യങ്ങൾ ഇതെല്ലാം നോക്കി തന്നേക്കണം. എൻ്റെ ചേട്ടനാണ് ഞാൻ നമുക്ക് വിളിക്കാനാണ് സംഭവം ചെയ്ത് തന്നേക്കണം. ഇത്ര കാലം ഇതുമായിട്ട് സംഭവം ചെയ്ത് തന്നേക്കണം. ഓടി വന്ന് വെള്ളം ഇട്ടിട്ട് ഓടി വന്നു കഴിയുമ്പോൾ ഏരാനാന്ന് ഇറക്കുന്നത് പൊളിഞ്ഞ് ചാടി പറഞ്ഞു. ഞാൻ ഇവനെന്നുണ്ട് അതിൻ്റെ അധികം സൈഡിലാണ് കിടന്നത്. ഇവൻ കുരുത്തം പോലെ എനിക്ക് പോന്നായിരുന്നു. ഞാൻ തന്നെ വിളിച്ചു ഗണിക്കടാന്നും പറഞ്ഞുകൊണ്ട്. പുനർനിർമ്മിച്ച വീടുകളിലൊന്നിന്റെ ജനൽ ചില്ലും തകർന്നിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. ബസേലിയസ് പൗലോസ് സെക്കൻഡ് കോളേജ് പെരുമാടം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോബൈറ്റ് സിറിയൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം.